ഒരിക്കൽ ഒരാൾ തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ നാട് വിടുവാൻ തീരുമാനിച്ചു. കൂലിപ്പണി ചെയ്ത് ജീവിച്ചാൽ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ കൂട്ടിമുട്ടിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയും എന്തെങ്കിലും വലിയ നിധികൾ കിട്ടിയെങ്കിൽ മാത്രമേ ജീവിതത്തെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ദിവസങ്ങളോളം അതിനുവേണ്ടിയുള്ള മാനസിക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് ഒരു ദിവസം രാത്രി ആരെയും അറിയിക്കാതെ അദ്ദേഹം വീട് വിട്ടിറങ്ങി. ഇങ്ങനെ പല സ്ഥലത്തും അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു നിധിക്ക് വേണ്ടി. പലരോടുമൊക്കെ ചോദിച്ചു, കാണുന്നവരോടുമൊക്കെ നിധി എവിടെയാണ് ഉള്ളത്, അത് ഉണ്ട് എങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണമേ എന്ന് പലരോടുമൊക്കെ ഇങ്ങനെ ചോദിച്ച് നടന്നു. അതിൽ ചിലർ പറഞ്ഞു, നിധി നിന്നോടൊപ്പമാണ്, അത് നീ തന്നെ തിരിച്ചറിഞ്ഞാൽ മതിയാകും. എന്നാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർണ്ണമായി നിധിയായിരുന്നു. വീട് വിട്ടിറങ്ങിയ അദ്ദേഹം പലപ്പോഴും തൻ്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെ വല്ലാതെ ചിരിക്കുകയും പലപ്പോഴൊക്കെ പൊട്ടിക്കരയുകയും ചെയ്തിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിധിയായിരുന്നു. നിധി എന്ന ആ ഒരു ചിന്താഗതിയിൽ ദിവസങ്ങളോളം അദ്ദേഹം അലഞ്ഞ് പല നാടുകളിലും നടന്നു. അവസാനം ഒടുവിൽ ഒരു കടൽ തീരത്തിലേക്ക് എത്തി. കടലിലേക്ക് നോക്കിയിരുന്നാൽ, അതിൻ്റെ തിരമാലകളിലേക്ക് നോക്കിയിരുന്നാൽ ഒരല്പം സമാധാനം കിട്ടുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ കടൽ തീരത്തിലേക്ക്, കടലിന്റെ തിരമാലയിലേക്ക് ഇങ്ങനെ കണ്ണുനിട്ട് അദ്ദേഹത്തിന്റെ പ്രാരാബ്ദങ്ങളും കുടുംബങ്ങളെയും ജീവിത പ്രയാസങ്ങളെയും ഓർത്ത് ഇങ്ങനെ ഇരുന്നു. സമയം പോയതറിഞ്ഞില്ല. കടൽ തീരത്തുള്ള എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. കടൽ ശാന്തമായി, ശൂന്യമായി. അർദ്ധരാത്രിയായിരിക്കുന്നു. ഇരുണ്ട വെളിച്ചത്തിൽ ആ മനുഷ്യൻ കടലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തൻ്റെ കയ്യിൽ എന്തോ തട്ടിയതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. അദ്ദേഹം അലക്ഷ്യമായി അത് നോക്കുമ്പോൾ ഒരു സഞ്ചിയാണ്, അതിൽ കുറെ ചരൽക്കല്ലുകളാണ്. വീണ്ടും അദ്ദേഹം കടൽ തീരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അലക്ഷ്യമായ രീതിയിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ചിന്തകൾ വരുമ്പോൾ കല്ലുകളും ചരൽക്കല്ലുകളും എടുത്ത് ഇങ്ങനെ അലക്ഷ്യമായി എറിയുന്നത് പോലെ സഞ്ചിയിലുള്ളതായ ചരൽക്കല്ലുകളെ ഓരോ ചിന്തകളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കടൽ തീരത്തിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു. വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ 2, 3, 4 കല്ലുകളൊക്കെ ഒരുമിച്ച് അദ്ദേഹം ഇങ്ങനെ കടലിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയിൽ പ്രഭാതം പൊട്ടി വിറങ്ങി. സൂര്യന്റെ രശ്മികൾ, സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പരക്കുവാൻ തുടങ്ങി. അപ്പോൾ അവസാനം അദ്ദേഹത്തിന്റെ കയ്യിലെ ആകെ ഒരു കല്ലാണുള്ളത്. ആ സൂര്യന്റെ കിരണങ്ങളേറ്റ് തൻ്റെ കയ്യിലിരിക്കുന്നതായ ആ ഒരു കല്ല് വല്ലാതെ പ്രകാശിക്കുന്നത്, വെട്ടി തിളങ്ങുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം വന്നു. ഞാൻ ഇതുവരെ അർദ്ധരാത്രി മുതൽ ഇതുവരെ ഞാൻ കടലിലേക്ക് എറിഞ്ഞത് വിലമതിക്കാനാകാത്ത രത്നങ്ങളായിരുന്നു എന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. ഈ കഥയിലെ നിധി തേടിപ്പോയ ആ ഒരു വ്യക്തിയോട് നമുക്ക് നമ്മെ തന്നെ ഉപമിക്കാം. ആ സഞ്ചിയിലുണ്ടായിരുന്ന ചരൽക്കല്ലുകൾ സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകിയതായ, നാം തിരിച്ചറിയാതെ പോകുന്ന നമ്മുടെ ഓരോ സെക്കൻഡ് സമയങ്ങളുമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലമതിക്കാനാകാത്ത, തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു അമൂല്യ രത്നമാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന ഈ സമയമെന്നത്. ഭൂമിയിൽ അല്ലാഹു തആല സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്നു. നമുക്ക് ബുദ്ധിയും വിവേകവും വെള്ളവും വായുവും ഫലങ്ങളും എന്നുവേണ്ട ഇവിടെ ജീവിക്കുവാൻ ഉതകുന്ന എല്ലാം മനുഷ്യർക്ക് ദൈവം ഔദാര്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് അണുനിമിഷത്തിലും. അത് പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായ കാര്യമാണ്.